പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ സിസ്റ്റത്തെക്കുറിച്ചാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് വേ ആണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അതായത് 10 സിമ്പിൾസുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡെസിമൽ നമ്പർ സിസ്റ്റം പോലെ തന്നെ പല നമ്പർ സിസ്റ്റം ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, പിന്നെ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്. ഇത്രയും നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ നമ്പർ സിസ്റ്റം ഇപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. സോ അതേപോലെ തന്നെ ഓരോ നമ്പർ സിസ്റ്റത്തിനും ഒരു ബേസ് ഉണ്ട്. അതിനെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 സിമ്പിൾസ് വരുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അതായത് 0 മുതൽ 9 വരെ സിമ്പിൾസ് വരുന്നുണ്ട്. ഇതിനെ ബേസ് 10 നമ്പർ സിസ്റ്റം എന്നും പറയുന്നുണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്. ഇവിടെ നോക്ക്, 743 ആൻഡ് 347. ഈ നമ്പറിൽ 743 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഏറ്റവും ലെഫ്റ്റ് കിടക്കുന്ന നമ്പറിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത്. റൈറ്റിലോട്ട് പോകും തോറും വെയിറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ വെയിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 7-ന് ബേസ് 10 അല്ലേ, അപ്പം 10ൻ്റെ മുകളിൽ ഇപ്പോൾ 743 എന്ന് പറയുന്നത് 3 നമ്പറാണുള്ളത്. 743 എന്ന് പറയുന്നത് 3 നമ്പറാണുള്ളത്. അപ്പം നമ്മൾ 3-ന്ന് 1 കുറച്ചിട്ട് ബാക്കി 2 വെയിറ്റായിട്ട് ഇവിടെ കൊടുക്കുന്നത്. അതായത് 7 × 10⁻² പ്ലസ് 4 × 10⁻1 അങ്ങനെ കുറച്ച് 3 × 10⁻0. ഇവിടെ 10⁻0 വരുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ 1 ആണ് കേട്ടോ. ഇങ്ങനെ ഒരു പൊസിഷൻ അനുസരിച്ച് വെയിറ്റ് കൊടുക്കുന്നത് കൊണ്ട് ഈ നമ്പർ സിസ്റ്റത്തിന് പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ 5876ൽ 4 നമ്പേഴ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് 5ൻ്റെ വെയിറ്റ് 10⁻3 എന്ന് കൊടുക്കും, 8ൻ്റെ വെയിറ്റ് 10⁻2 എന്ന് കൊടുക്കും, 7ൻ്റെ വെയിറ്റ് 10⁻1 എന്ന് കൊടുക്കും, 6ൻ്റെ വെയിറ്റ് 10⁻0 എന്ന് വിളിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് വെയിറ്റ് കൊടുക്കുന്നത്. ഇങ്ങനെ വെയിറ്റ് കൊടുത്ത് നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. അപ്പം 5876 ഇങ്ങനെയാണ് വരുന്നത്. 5876. ഇതിൽ 5 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റാണ്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റുള്ള ഡിജിറ്റാണ്. അപ്പോൾ 5-ന് 10⁻³ വരുന്നത് കൊണ്ട് തന്നെ നമ്മളതിനെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നു. 6-ന് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് പറയുന്നത്. ഇനി മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇവിടെ നോക്കിക്കേ, നമുക്ക് പോയിൻറ്റ് നമ്പേഴ്സ് വരത്തില്ലേ? ഇപ്പോൾ 249.367 വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു 2-ന് എന്താണ് ഹയസ്റ്റ് വെയിറ്റ് കൊടുക്കും. ഇപ്പം 3 നമ്പേഴ്സ് ആവുകൊണ്ട് പോയിൻറ്റിന് ഇപ്പുറമുള്ള നമ്പേഴ്സാണ് കൂട്ടുന്നത്, മൊത്തത്തിൽ കൂട്ടാൻ പാടില്ല. 3-ന് ഇപ്പുറം വരുന്ന 3 നമ്പേഴ്സാണുള്ളത്. അതുകൊണ്ട് തന്നെ 2-ന് 2 ആയിരിക്കും, 10⁻2 എന്നുള്ള വെയിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. 4-ന് 10⁻1, 9-ന് 10⁻0 എന്ന് കൊടുക്കും. ബാക്കി പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന് നമ്മൾ മൈനസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 10⁻−1, 10⁻−2, 10⁻−3 ഇങ്ങനെയാണ് കൊടുക്കുന്നത്. 10⁻−1 എന്ന് പറയുമ്പോൾ അതെങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ 1/10 എന്ന് എടുക്കണം. 1/10 എന്ന് എടുക്കണം. അങ്ങനെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, 0-ഉം 1-ഉം. ഇതിനെ ബിറ്റ് അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നുണ്ട്. ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റമാണ് ബൈനറി നമ്പർ സിസ്റ്റം. ഇതിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പം 4 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ബേസ് 2 ആയിട്ടാണ് എടുക്കുന്നത്. ഡെസിമലിൽ ബേസ് 10 ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ബേസ് 2 ആയിട്ട് എടുക്കും. 4 നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ആദ്യത്തെ നമ്പറിൻ്റെ വെയിറ്റ് 2⁻3 ആയിരിക്കും. പിന്നെ 2⁻2, 2⁻1, 2⁻0 ഇങ്ങനെ വരും. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ആയിട്ട് വരും. ഇനി ഇവിടെയും പോയിൻറ്റ് നമ്പേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയാണ്? ഇപ്പം 111ൻ്റെ ഫസ്റ്റ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2⁻2 എന്ന് കൊടുക്കും, 2⁻1, 2⁻0
ആൻഡ് പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം 2⁻⁻1 2⁻²2 2⁻³ എന്നാണ്. ഇപ്പോൾ 2⁻⁻1 എന്ന് പറയുമ്പം അവിടെ എടുക്കുന്നത് എങ്ങനെയാണ് 1/2 എന്നാണ് അതിൻ്റെ വാല്യൂ എടുക്കുന്നത്. 2⁻² എന്ന് പറയുമ്പോഴത്തേക്കും 1/1 2⁻² എന്നെടുക്കും. ഇങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി നമ്പേഴ്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിലാണ് ബൈനറി നമ്പേഴ്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൽ ഇലക്ട്രിക് സ്റ്റേറ്റ് ഓൺ ആണെങ്കിൽ 1ഉം ഇലക്ട്രിക് സ്റ്റേറ്റ് ഓഫ് ആണെങ്കിൽ 0യുമാണ് എടുക്കുന്നത്. ഇനി ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും 8 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 10 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 2 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് 8 ബേസ് ആയിട്ടുള്ള നമ്പറാണ്. അവിടെ 8 നമ്പേഴ്സ് വരും. 0 മുതൽ 7 വരെയാണ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നത്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. അവിടെയും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ഉണ്ട്. ഇപ്പം 236 ഒരു ഒക്ടൽ നമ്പർ ആണെങ്കിൽ അവിടെ ബേസ് ആയിട്ട് 8 ആണ് എടുക്കേണ്ടത്. ഇപ്പം 3 നമ്പേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ 8⁻². അടുത്ത നമ്പർ 3 ആകുമ്പം 8⁻1, അടുത്ത നമ്പർ 6 ആകുമ്പം 8⁻0 ഇങ്ങനെ വരും. ഇതാണ് എൻ്റെ ഒക്ടൽ നമ്പർ സിസ്റ്റം. ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 16 സിമ്പിൾസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് 16 എന്ന് പറയാം. 0 മുതൽ 15 വരെയാണ് ഇവിടെ നമ്പേഴ്സ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് 10 മുതൽ 15 വരെ നമ്മൾ നമ്പേഴ്സ് അല്ല കൊടുക്കുന്നത്, ലെറ്റേഴ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 10ന് A, 11ന് B, 12ന് C, 13D, 14E, 15E ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെയും എന്ത് ചെയ്യാം, ഇപ്പോൾ 12AF എന്ന് പറയുമ്പോഴത്തേക്കും 1 2 Aയുടെ വാല്യൂ എന്ന് പറയുന്നത് 10ആണ്. അപ്പോൾ 10 വെച്ചിട്ട് കൊടുക്കുക. Aയുടെ വാല്യൂ 10. എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15ആണ്. 15 വെച്ച് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റും കൊടുത്ത് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ടുള്ളതിന് -1 കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം ബേസ് സിമ്പിൾസ്. ബൈനറി ആണെങ്കിൽ ബൈനറി ആണെങ്കിൽ 2, ഒക്ടൽ ആണെങ്കിൽ 8, ഡെസിമൽ ആണെങ്കിൽ 10, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16. സിമ്പിൾസ് യൂസ്ഡ് ബൈനറി ആണെങ്കിൽ 0 1, ഒക്ടൽ ആണെങ്കിൽ 0 to 7, ഡെസിമൽ ആണെങ്കിൽ 0 to 9, ഹെക്സാഡെസിമൽ ആണെങ്കിൽ 0 to F. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഈ ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലാർജ് നമ്പേഴ്സൊക്കെ വരുമ്പോൾ വീണ്ടും 0 1 0 1 0 1 ഇങ്ങനെ കൊടുത്ത് ഒരുപാട് പോകുന്നത് കൊണ്ട് അത് കുറച്ച് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഒക്ടൽ നമ്പർ സിസ്റ്റവും യൂസ് ചെയ്യുന്നത്. ഇപ്പം ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 8 ആണ്, 2⁻³ ആണ്. അപ്പം നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 2⁻4 ആണ്. അപ്പോൾ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം വരുന്നത്.